ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ കീഴിലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടേതും ബോർഡിംഗ് മദ്രസയുടേതും ആയ 2ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീനിൻ്റെ ഹാഫ് ഇയർലി എക്സാമിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കി ഉത്തരങ്ങൾ പഠിക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ മുമ്പ് ഉലൂമുദ്ദീൻ്റെ മറ്റൊരു ചോദ്യപേപ്പറും റിവിഷൻ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഉപകാരപ്പെടുത്തുക. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ തൊട്ട് താഴെ ഇതിൻ്റെ ലിങ്കുകൾ നമ്മൾ ആഡ് ചെയ്യാം. ഉപകാരപ്പെടുത്തുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം കോളത്ത് ശരി അടയാളപ്പെടുത്താനാണ്. എന്താണ് ഒന്നാമത് വന്നത്? തിന്നുകയും കുടിക്കുകയും വേണം. എങ്ങനെയാണ് തിന്നുകയും കുടിക്കുകയും വേണ്ടത്? ഇടത് കൈ കൊണ്ട്, ഇരുന്നു കൊണ്ട്, നടന്നുകൊണ്ട്. എങ്ങനെയാണ്? ഇരുന്നു കൊണ്ടാണ്. അപ്പോൾ നമുക്കത് ടിക്ക് ചെയ്യാം. തിന്നുകയും കുടിക്കുകയും വേണം ഇരുന്നു കൊണ്ട്. അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. ആരെയാണ് അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നത്? ഭക്ഷണം കഴിക്കുന്നവരെ, കരുണ ചെയ്യാത്തവരെ, വൃത്തിയുള്ളവരെ. അപ്പോൾ നമുക്കിവിടെ വൃത്തിയുള്ളവരെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. അത് എഴുതാം. കരുണ ചെയ്യാത്തവരെ എന്നാണ്. കരുണ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് അതും ടിക്ക് ചെയ്യാം അല്ലേ? അപ്പോൾ ചോദ്യം ശ്രദ്ധിക്കണം, ഓപ്ഷൻ ശ്രദ്ധിക്കണം, മനസ്സിലാക്കാം. അടുത്തതെന്താണ്? വലതുകാൽ വെച്ച് പ്രവേശിക്കണം. എവിടേക്കാണ് വലതുകാൽ വെച്ച് പ്രവേശിക്കേണ്ടത്? ഇവിടെ ശുചിമുദ്രി, അങ്ങാടി, വീട്ടിലേക്ക്. അപ്പോൾ ഇവിടെ വീട്ടിലേക്ക് എന്ന് നമ്മൾ ടിക്ക് ചെയ്യണം. വലതുകാൽ വെച്ച് പ്രവേശിക്കേണ്ടത്. ഇനിയാ ഞാൻ അഭിമാനിക്കുന്നു. എന്തിലാണ് ഞാൻ അഭിമാനിക്കുന്നത്? മുസ്ലിമായതിൽ ഞാൻ അഭിമാനിക്കുന്നു. നമ്മൾ പ്രതിജ്ഞാൻ്റെ പാഠം പഠിച്ചിരുന്നു. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെന്താണ്? മലക്കുകൾക്ക് എല്ലാ വസ്തുക്കളുടെയും പേര് പറഞ്ഞു കൊടുത്തു. ആരായിരുന്നു പേര് പറഞ്ഞു കൊടുത്തത്? ആദം നബി അലൈഹി ഇസ്ലാമാണ് പേരുകൾ പറഞ്ഞു കൊടുത്തത്. അല്ലാഹു തആല ആദം നബി അലൈഹി ഇസ്ലാമിന് പഠിപ്പിച്ചു കൊടുത്തു. എന്ത്? കഴിഞ്ഞ ചോദ്യപേപ്പറിൽ നമ്മൾ പറഞ്ഞിരുന്നു. എന്തായിരുന്നു? എല്ലാ വസ്തുക്കളുടെയും പേരുകൾ ആദം നബി അലൈഹി ഇസ്ലാമിന് അല്ലാഹു തആല പറഞ്ഞു കൊടുത്തു. അത് മലക്കുകൾക്ക് പറഞ്ഞു കൊടുത്തത് ആദം നബി അലൈഹി ഇസ്ലാമാണ്. അടുത്തതാ നിസ്കാരത്തിൻ്റെ താക്കോലാണ്. എന്താണ് നിസ്കാരത്തിൻ്റെ താക്കോല്? നിസ്കാരത്തിൻ്റെ താക്കോല് വുളൂആണ്. സ്വർഗത്തിൻ്റെ താക്കോല് നിസ്കാരമാണ്. നിസ്കാരത്തിൻ്റെ താക്കോല് വുളൂആണ്. രണ്ടും മനസ്സിലാക്കണം. അടുത്തതാ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കഴുകണം. എന്താണ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കഴുകേണ്ടത്? നമ്മൾ 2 കൈയും വായും കഴുകണം. ഇവിടെ വലത് കൈ, മുഖം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ വലത് കൈ മാത്രം ടിക്ക് ചെയ്യണ്ട, 2 കൈയും വായും കഴുകണം. അപ്പോൾ മനസ്സിലാക്കുക. പിന്നെ വൃത്തിയുടെ അടയാളമാണ് എന്ത്? നഖം മുറിക്കൽ വൃത്തിയുടെ അടയാളമാണ്. അടുത്തത് നിസ്കാരം ശരിയാവാനുള്ള ഷർത്തുകൾ. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എത്രയാണ്? 5 നിസ്കാരം ശരിയാവാനുള്ള ഷർത്തുകൾ 5. അപ്പം കഴിഞ്ഞ ചോദ്യപേപ്പറിൽ അതിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ വിശദീകരിക്കുന്നില്ല, ചോദ്യപേപ്പർ മനസ്സിലാക്കുക. ഇനിയാ വൈകുന്നേരം അസ്തമിക്കും. എന്താണ് വൈകുന്നേരം അസ്തമിക്കുക? സണ്ണ് അല്ലേ? സൂര്യനാണ് അല്ലേ? എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? സൂര്യൻ വൈകുന്നേരം അസ്തമിക്കും, രാവിലെ ഉദിക്കും അല്ലേ? അതെല്ലാവർക്കും അറിയാം. ഓക്കെ. ഇനിയാ ചേരുംപടി ചേർക്കാൻ വന്നിട്ടുണ്ട്. എന്താ വന്നത്? ഹുവല്ലാഹു ഖാലിഖു. എന്താണ്? അല്ലാഹു തആലയാണ് സൃഷ്ടാവ്. ഹുവല്ലാഹു ഖാലിഖു, അല്ലാഹു തആലയാണ് സൃഷ്ടാവ്. അപ്പം അതിൻ്റെ ഡി നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. ഇർഹമു മൻ ഫിൽ അർള്. എന്താണ്? ഇർഹമു മൻ ഫിൽ അർള്, ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക. അപ്പം അതിൻ്റെ എഴുതാം. അടുത്തതാ വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. അല്ലാഹു തആല വൃത്തിയുള്ളവരെ ഇഷ്ടപ്പെടുന്നു. അപ്പം അതിൻ്റെ ഈ എഴുതി കൊടുക്കാം. അടുത്തതാ ഹസ്ബുനല്ലാ, നമുക്ക് അല്ലാഹു മതി. അപ്പം അതിൻ്റെ ബി, നമുക്ക് അല്ലാഹു മതി. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, നിശ്ചയം അല്ലാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം. അപ്പോൾ ഇതിൻ്റെ സി, അല്ലാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഏതാണ്? ഇസ്ലാം. നമ്മുടെ മതം ഇസ്ലാം. അടുത്തതിന് പൂരിപ്പിക്കാനാണ്. നമ്മെ ഡാഷ് അല്ലാഹു
അന്നം തന്നവൻ അല്ലാഹു. നമ്മുടെ ഒന്നാമത്തെ പാഠത്തിലൊരു പാട്ട് വന്നിട്ടുണ്ട്. അപ്പം അതിൽ നിന്നാണ് വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വന്ന് നമ്മെ പടച്ചവൻ അല്ലാഹു. നമ്മെ പടച്ചവൻ അല്ലാഹു ആണ്, അന്നം തന്നവൻ അല്ലാഹു ആണ്, എല്ലാം കേൾക്കും അല്ലാഹു, എല്ലാം കാണും. അപ്പം 2 വരി ഇതുപോലെ നമുക്ക് മറ്റേതെങ്കിലും വരി തരും. ഏക ഇലാഹാണ് അല്ലാഹു, ഏറെ മഹാനാണ് അല്ലാഹു. അങ്ങനെ നേരെയുള്ള ലൈന് മനസ്സിലാക്കി പഠിക്കുക. പിന്നെ അന്ത്യനാളിൽ ആദ്യം വിചാരണ ചെയ്യുന്നത് ഡാഷിനെ കുറിച്ചിട്ടാണ്. എന്തിനെ കുറിച്ചാണ്? നിസ്കാരത്തെ കുറിച്ചിട്ടാണ് അന്ത്യനാളിൽ ആദ്യം വിചാരണ ചെയ്യുന്നത്. അല്ലാഹു തആല ഇബ്ലീസിനെ ഡാഷിൽ നിന്നും പുറത്താക്കി. എവിടുന്നാണ് പുറത്താക്കിയത്? സ്വർഗത്തിൽ നിന്ന്. അല്ലാഹു തആല ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. ഞാൻ ഡാഷിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ. ആരെയാണ്? ഞാൻ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, അല്ലാഹുവിനെ. ശരീരത്തിന് ശുദ്ധിയുണ്ടായാൽ മനസ്സും ശുദ്ധിയാകും, മനസ്സും ശുദ്ധിയാകും. ഇനി ഒറ്റവാക്കിൽ ഉത്തരം എഴുതാനാണ്. സ്വർഗത്തിൻ്റെ താക്കോലേത്? എന്താണ് സ്വർഗത്തിൻ്റെ താക്കോല്? സ്വർഗത്തിൻ്റെ താക്കോല് നിസ്കാരമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മുകളിൽ സ്വർഗം എന്ന് വന്നു. അവിടേക്കൊക്കെ സ്വർഗം എന്ന് തെറ്റില്ലാതെ എഴുതാൻ ചോദ്യത്തിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ എഴുതാൻ കഴിയും. മനസ്സിലായില്ലേ? അതുപോലെ നിസ്കാരം എന്നതൊക്കെ മറ്റു നേരത്തെ ഓപ്ഷനിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അത് ശ്രദ്ധിച്ച് നോക്കി എഴുതാനൊക്കെ കുട്ടികൾ മനസ്സിലാക്കട്ടോ. ഇനി അടുത്തതാ, ഉളൂഇൽ വെള്ളം കയറ്റിപ്പിഴിയണം. എവിടെയാണ് വെള്ളം കയറ്റിപ്പിഴിയേണ്ടത്? മൂക്കിൽ വെള്ളം കയറ്റിപ്പിഴിയുക. നമ്മൾ മിഫ്താഹുസ്സലാത്ത് ആ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് ഉളൂഇൻ്റെ ഓരോ പ്രവർത്തനങ്ങൾ. അപ്പോൾ അത് മനസ്സിലാക്കാം. പിന്നെന്താണ്? നന്മ ചെയ്തവർക്ക് എന്ത് ലഭിക്കും? എന്താണ് നന്മ ചെയ്തവർക്ക് ലഭിക്കുക? സ്വർഗം ലഭിക്കും. നന്മ ചെയ്തവർക്ക് സ്വർഗം ലഭിക്കും, തിന്മ ചെയ്തവർക്ക് നരകവും ലഭിക്കും. അടുത്തത്, അല്ലാഹു തആല കളിമണ്ണിൽ നിന്ന് പടച്ചു. ആരെയാണ് പടച്ചത്? ആദം നബി അലൈഹി ഇസ്ലാമിനെ. അള്ളാഹു കളിമണ്ണിൽ നിന്നാണ് ആദം നബി അലൈഹി ഇസ്ലാമിനെ പടച്ചത്. അള്ളാഹു തആല തീ കൊണ്ട് പടച്ചു. ആരെ? ഇബ്ലീസിനെ എന്തുകൊണ്ടാണ് പടച്ചത്? തീ കൊണ്ടാണ്. പരിശുദ്ധ കഅബ ഏത് നാട്ടിലാണ് കഅബ? പരിശുദ്ധ മക്കയിലാണ്. പരിശുദ്ധ കഅബ മക്കയിലാണ്. അതേതാ? ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. ഉളൂഇൽ കാലുകൾ എങ്ങനെ കഴുകണം? നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്ത്? കഴിഞ്ഞ ചോദ്യ പേപ്പറിലും ഉണ്ടായിരുന്നു അല്ലേ? ഉളൂഇലെ കാലുകൾ നിര്യാണിക്കു മുകളിൽ കയറ്റി കഴുകണം. പിന്നെ തടവേണ്ട അവയവങ്ങൾ, തല തടവണം, ചെവി തടവണം, അതൊക്കെ മനസ്സിലാക്കണം കേട്ടോ. പിന്നെന്താണ്? നാം കരുണ കാണിക്കണം. ആരോടെല്ലാം? അതിന് 2 എഴുതണം. നാം കരുണ കാണിക്കണം ആരോടെല്ലാം? വൃദ്ധരോടും കുട്ടികളോടും മൃഗങ്ങളോടും പക്ഷികളോടും ഒക്കെ നമ്മൾ കരുണ കാണിക്കണം. അപ്പം അതിന് 2 എഴുതാം. പിന്നെന്താണ്? ഭക്ഷണം കഴിച്ചു തീർന്നാൽ എന്ത് ചൊല്ലണം? എന്താണ്? അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനി മിൻ ഐരി ഹൗലിൻ മിന്നി വലാ ഖുവ്വത്തിൻ. അപ്പോൾ അത് പഠിക്കുക. പിന്നെ നാം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. എവിടെയെല്ലാമാണ്? വീട്, പരിസരം, ശരീരം, വസ്ത്രം, ക്ലാസ് മുറി, ഇതൊക്കെ നാം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. അപ്പം അത് എഴുതുക. പിന്നെന്താണ്? വീട്ടുകാർ ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിച്ചാൽ പിശാച് കൂട്ടുകാരോട് പറയും. എന്താണ് പിശാച് കൂട്ടുകാരോട് പറയുക? പിശാച് കൂട്ടുകാരോട് പറയും, ഇന്ന് നിങ്ങൾക്കിവിടെ ഭക്ഷണമില്ല, താമസിക്കാൻ അവസരവുമില്ല. ഒരാൾ ദിക്റ് ചൊല്ലി വീട്ടിലേക്ക് കടന്നു, ദിക്റ് ചൊല്ലി ഭക്ഷണം കഴിച്ചു. അപ്പോൾ പിശാച് കൂട്ടുകാരനോട് പറയും, ഇന്ന് രാത്രി നിങ്ങൾക്കിവിടെ ഭക്ഷണമില്ല, താമസിക്കാൻ അവസരവുമില്ല. അപ്പം അത് മനസ്സിലാക്കുക. പിന്നെന്താണ്? നിസ്കാരം ശരിയാവാനുള്ള 2ാമത്തെ ഷർത്ത് ഏത്? നിസ്കാരം ശരിയാവാനുള്ള 2ാമത്തെ ഷർത്ത് എന്താണ്? ദേഹം, വസ്ത്രം, സ്ഥലം ഇവയെല്ലാം ശുദ്ധമായിരിക്കുക, നജസിൽ നിന്ന്
ശുദ്ധി വരുത്തുക. ഇതാണ് രണ്ടാമത്തേത്, നിസ്കാരത്തിൻ്റെ രണ്ടാമത്തെ ഷർത്ത്. അത് ഓർഡറിൽ പഠിച്ചാലാണ് നമുക്ക് ഇത് എഴുതാൻ കഴിയുള്ളൂ. അപ്പോൾ അത് എന്തായാലും എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. നിങ്ങളെ 6ാമത്തെ പാഠത്തിൽ വന്നിട്ടുണ്ട്. അടുത്തതാ, നാം ആദരിക്കണം, അനുസരിക്കണം. ആരെയൊക്കെയാണ് നാം ആദരിക്കേണ്ടതും അനുസരിക്കേണ്ടതും? നമ്മുടെ പ്രതിജ്ഞയിൽ നിന്നാണ് വന്നത്. ഞാൻ മുതിർന്നവരെയും പണ്ഡിതരെയും ആദരിക്കും. മുതിർന്നവരെയും പണ്ഡിതന്മാരെയും ആദരിക്കും. പിന്നെ മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും ബഹുമാനിക്കും, അവരെ അനുസരിക്കും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ നാം ആദരിക്കേണ്ടത് പണ്ഡിതന്മാരെയും മുതിർന്നവരെയും ആദരിക്കുക, അനുസരിക്കണം മാതാപിതാക്കളെയും ഗുരുനാഥന്മാരെയും. അത് മനസ്സിലാക്കിയതാ. ഇനി ഓരോ കാൽവെപ്പിനും പ്രത്യേകം പ്രതിഫലമുണ്ട്. ആർക്കാണ്? മസ്ജിദിലേക്കുള്ള ഓരോ കാൽവെപ്പിനും പ്രത്യേകം പ്രതിഫലമുണ്ട്. മസ്ജിദിലേക്കുള്ള ഓരോ കാൽവെപ്പിനും പ്രത്യേകം പ്രതിഫലമുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഉലൂമുദ്ദീൻ ചോദ്യപേപ്പറിൽ വന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള പോർഷനിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ വന്നത്. 12ാമത്തെ പാഠമായ ഹുവല്ലാഹു ഖാലിഖ് എന്ന പാഠം വരെയുള്ള പാഠത്തിൽ നിന്നാണ് ഇതിലെ ചോദ്യങ്ങൾ വന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.